വിലക്കയറ്റം തടയുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കച്ചേരി റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു. 20 ലക്ഷം ഓണക്കിറ്റുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി. ഒരു വിവാഹം തീരുമാനിച്ച് വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുന്ന സന്ദർഭത്തിൽ താലി കെട്ടാൻ വരുന്ന ചെറുപ്പക്കാരൻ താലി ഇല്ലാതെ വന്നാലുള്ള സ്ഥിതി എന്താണോ അതാണ് കേരളത്തിൽ ഓണക്കിറ്റിന്റെ ഇന്നത്തെ സ്ഥിതി. പാചകവാതകത്തിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഇതിലൂടെ പ്രധാനമായും ഉന്നയിക്കുകയാണ്. ഈ സമരം തീർത്ഥമായൊരു സമരമായി കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. നാളെ CITയുടെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ സമരമാണ്. തുടർന്ന് ഓരോ സംഘടനകളും വിലക്കയറ്റത്തിന്റെ പ്രശ്നവും സബ്സിഡിയുടെ പ്രശ്നവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തിവത്തായ പോരാട്ടത്തിലേക്ക് കടന്നുവരുന്ന ദിനങ്ങളാണ് കേരളത്തിൽ ഉയർന്നു വരാൻ പോകുന്നത്. സിപിഎം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. S ബിജു, T ചന്ദ്രാനന്ദൻ, PS ചെറിയാൻ, D ദിനേശൻ, R ശ്രീനിവാസൻ, NP ജോൺ, P സജി, R ലൈലജ, UK അബ്ദുൽ സലാം, രാധാമണി വിജയാനന്ദ്, വസന്താരഞ്ജൻ, R സജീവൻ, മത്തായി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.